നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. വീടിന് പുറത്തല്ല കേട്ടോ, ഹോട്ടലിൽ പോയി ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഉണ്ട് കേട്ടോ. ആരൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അവിടെ നമ്മുടെ അനിയേട്ടുണ്ട് കേട്ടോ, ഫ്രണ്ട് തന്നെ വീഡിയോ എടുക്കുന്നുണ്ട്. എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ മ്യൂസിക് ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ കുട്ടേട്ടനുണ്ട്, കുട്ടേട്ടൻ്റെ സിസ്റ്ററിൻ്റെ മോനാണ് കേട്ടോ ഇത്. അപ്പോൾ അവൻ്റെ മുടി ആകെ തൂങ്ങി കിടന്നിട്ട് ഞാൻ പറഞ്ഞേട്ടാ നിൻ്റെ കണ്ണ് എവിടെയെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് പൊക്കി കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് കുട്ടേട്ടൻ്റെ സിസ്റ്ററാണ്, നമ്മുടെ അമ്മിണിയേച്ചിയാണ്. അതിപ്പോൾ കുട്ടേട്ടനുണ്ട്. പിന്നെ ഞങ്ങൾ ആദ്യം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഹോട്ടലിൽ. അപ്പം നമ്മൾ ഒരാളെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ആ ആളാണ് ഇത് നമ്മുടെ അഹിമോൻ്റെ ഫ്രണ്ടായ അച്ചുവും പിന്നെ സുജിത്തേട്ടനും വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അവർ വന്നതിന് ശേഷമാണ് നമ്മളിതാ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആസ് യൂഷ്വൽ നമ്മുടെ മന്തി റൈസും ചിക്കൻ പൊള്ളിച്ചതും തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് കഴിക്കായിരുന്നു കേട്ടോ. നമ്മൾ കത്തിയൊക്കെ അടിച്ച് എല്ലാവരും കൂടി ഉണ്ടാകുമ്പം കഴിക്കാൻ ഒരു വേറൊരു രസമാണല്ലോ, എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഇവർ രണ്ടാളും മയണൈസിലാണ് മെയിൻ കളി ഉണ്ടായിരുന്നത്. അഹിമോനാണ് പ്രത്യേകിച്ച് മയണൈസ് കൊണ്ട് കളി ഉണ്ടായിരുന്നത്. അവന് കഴിക്കാൻ അങ്ങനെ വേണ്ട, പ്രത്യേകിച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ കൂടെ ഇരിക്കാനും വർത്തമാനം പറഞ്ഞ് ഇരിക്കാനും കഴിക്കാനല്ല അവന് കൂടുതൽ ഇൻട്രസ്റ്റ്, വർത്തമാനം പറയാനും അവരോട് കളിക്കാനാണ്. അപ്പം ആ മയണൈസ് കുറേ ഒഴിച്ച് അവിടെ ഇട്ടിട്ട് ആൾ ജസ്റ്റ് കുഴച്ചിട്ടിട്ട് പോയി. പിന്നെ അല്ല ഞങ്ങളാണത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ആൾക്കൊന്നും വേണ്ട, ഒരാളെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ ഫ്രണ്ട്സിനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട, കഴിക്കാനും വേണ്ട കുടിക്കാനും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഇവർ രണ്ടാളും, അതായത് കുട്ടീസ് രണ്ടാളും അച്ചും അഹിമോനും കൂടി നേരത്തെ കഴിച്ച് കഴിഞ്ഞിട്ട് പുറത്തിങ്ങനെ ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. പുറത്തെന്ന് വെച്ചാൽ ഹോട്ടലിന് പുറത്തല്ല, ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കൂടെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ മിഠായിയൊക്കെ എടുത്ത് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേണം എന്നല്ല കുപ്പിയോടെ എടുത്ത് ഇങ്ങോട്ട് പോകുന്നത്. അവസാനം അതിനുള്ള പൈസ കൊടുത്ത് അങ്ങനെ രണ്ടാളും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയണ്ട. പിന്നെ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് ഒന്ന് നമ്മൾ ആലുക്കൽ പോയി. നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുള്ള ജിമ്മിൻ്റെ അവിടെ പോയി. അരീക്കോട് നിയർ ബൈ ആയിട്ട് പോകാൻ പറ്റിയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെ പോയിരിക്കാൻ പറ്റിയിട്ടുള്ള മെയിനായിട്ട് ഈ ഒരു ജിമ്മും അതുപോലെ തന്നെ ആ ഒരു ആലുക്കൽ ആ ഒരു പാലം ആണ്. അവിടെ പാലത്തിൻ്റെ അവിടെ ഇരിക്കാൻ പറ്റില്ല, ജസ്റ്റ് നിന്ന് വ്യൂ കാണാൻ അത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങളിവിടെ എല്ലാവരും കൂടി നിന്ന് കുറേ നേരം കത്തിയൊക്കെ അടിച്ചു. പിന്നെ അവിടുന്ന് ജസ്റ്റ് 2-3 എക്സസൈസൊക്കെ ചെയ്തു. കുറച്ച് നേരം അങ്ങനെ അവിടെ ഇരുന്ന ടൈമിൽ അങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഇവർ രണ്ടാളും ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കായിരുന്നു. അവസാനം ഇവരെ പേടിപ്പിച്ച് നിർത്തേണ്ടി വന്നു. അമ്മാരി അടിയൊക്കെ ആയി തുടങ്ങിയവർ. അങ്ങനെ ഒരു വടി എടുത്തിട്ട് പേടിപ്പിച്ച് അവിടെ ഇരുത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ രണ്ടാളത് അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് 10:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിതാ മെല്ലെ ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇവരിതാ ഭയങ്കര കളിയിലാണ് കേട്ടോ. ഇവരുടെ തല്ലൂടൽ കണ്ടിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു വടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അത് മെല്ലെ എടുത്തുകൊണ്ട് വന്നിട്ട് അത് 4-5 പീസാക്കിയിട്ടാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ഓക്കെ, ബൈ.